ഓരോ പ്രവാസിയുടെയും രാവുകൾ നീണ്ടതാണ്. ഉറങ്ങാത്ത നഗരങ്ങളിൽ അവൻ ഉറങ്ങാൻ പഠിക്കുന്നു. സ്വപ്നങ്ങൾ നാട്ടിലും ശരീരം അകലെയുമാക്കി. വിയർപ്പിൻ്റെ ഗന്ധമുള്ള ദിവസങ്ങൾ, വേദനമായി കിട്ടുന്ന ക്ഷീണം, അവസാനം ഫോൺ സ്ക്രീനിൽ തെളിയുന്ന വീട്ടിലെ ഒരൊറ്റ ചിരി. അതാണ് അവൻ്റെ ആഘോഷം. ഓണം വന്നാലും വിഷു വന്നാലും കലണ്ടറിലെ തീയതികൾക്ക് മാത്രം മാറ്റമുണ്ടാകും. മനസ്സിലെ നൊമ്പരം അതേപടി തന്നെ. ഇവിടെ സമ്പാദിക്കുന്നത് പണം മാത്രമല്ല, സമയം, സ്നേഹം, ആഘോഷങ്ങൾ എല്ലാം പതുക്കെ പതുക്കെ നഷ്ടപ്പെടുന്ന ഒരു കണക്കെടുപ്പും കൂടിയാണ്. എന്നാലും ഓരോ പ്രവാസിയും തളരുന്നില്ല. അവൻ സ്വന്തം കണ്ണീരിനെ വീടിൻ്റെ ഭിത്തികളാക്കി മാറ്റുന്നു. സ്വന്തം വേദനയെ മക്കളുടെ ഭാവിയാക്കി മാറ്റുന്നു. അകലെയിരുന്ന് അടുത്തവരുടെ ജീവിതം പണിയുന്ന ഒരു നിശബ്ദ ശില്പിയാണവൻ. ഒരു നാൾ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ ഓരോ ദിവസവും ജീവിക്കുന്നു. വീട്ടുമുറ്റത്ത് കാലുകുത്തുന്ന നിമിഷം വരെ പ്രവാസം അവൻ്റെ വിധിയാണ്. ഞങ്ങള് പലരും മനസ്സ് നാട്ടിൽ വെച്ചിട്ട് ശരീരം മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. എന്താ ജോലി, എത്രയാ ശമ്പളമൊന്നും ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. നാണക്കേടായിട്ടല്ല, കഷ്ടപ്പാട് അറിയിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഇപ്പൊ ഒരു 10,000 രൂപ നാട്ടിലേക്ക് അയക്കുമ്പോ വീട്ടുകാരെന്താ വിചാരിക്കണേ? 20,000 കിട്ടി, അതില് 10 മിച്ചം വെച്ചു 10 അയച്ചോളുന്ന. സത്യത്തില് 7,000 കിട്ടിയിട്ട് 3,000 കടം വാങ്ങിയിട്ട് അയക്കുന്നതാ. തിരിച്ചു കിട്ടുമെന്ന് കരുതി ആർക്കും ഒരു സഹായം ചെയ്തിട്ടില്ല. തിരിച്ചു കിട്ടുമെന്ന് കരുതി കൊടുക്കുന്നത് സ്നേഹമല്ല, കടം കൊടുക്കല.